അപ്പോൾ പാർട്ട് 1 ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പറക്കാട് നാച്ചുറൽ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ കയറ്റി. ആ സമയം കൊണ്ട് ഭദ്ര ബേബി അവിടെയുള്ളൊരു വാച്ച്മാൻ അങ്കിളായിട്ട് ഭയങ്കര കമ്പനിയായി. ആൾ ഭയങ്കര ടാറ്റ പറച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ തേനി റൂട്ടാണ് പിടിക്കുന്നത്. സോ വട്ടവടയാണ് ലക്ഷ്യം. ആ റൂട്ടിനുള്ള എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും കവർ ചെയ്യാം എന്നുള്ളൊരു എയിമിലാണ് പോയത്. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി വ്യൂ കണ്ടു അവിടെ നിർത്തി. ഭദ്ര ബേബി കുറച്ചൊക്കെ കണ്ടു. പക്ഷെ ആൾ പെട്ടെന്ന് ക്രാങ്കിയായി അവിടെ നിന്ന് ഉറങ്ങി. അപ്പം ഉറങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാര്യമായിട്ട് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ കത്തിയടിച്ചു കേട്ടോ. ആ കത്തിയടിച്ച സമയത്ത് ഞങ്ങളോട് ഒരു വീട് വെച്ചാലോ എന്ന് വരെ ആലോചിച്ചു. ഞങ്ങൾ ഓൺ ദ വേ ടു വട്ടവടയാണ്. അപ്പം നല്ലൊരു സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയാണ്. കുറേ ഫോട്ടോസ് എടുത്തു, ഒരുപാട് റീലെടുത്തു. ആൻഡ് വിൽ സീ ഇറ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. വാവ പക്ഷെ ഉറങ്ങിപ്പോയി. കുറച്ചു നേരം കണ്ടു കേട്ടോ. ഒരു 1-2 ഫോട്ടോസ് ഒക്കെ കിട്ടി കാണും. പക്ഷെ വാവ ഇങ്ങനെ ഉണ്ടെങ്കിൽ കുറേ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പോയി കാണും. ട്രിപ്പിനെ പറ്റി ഒരു അഭിപ്രായം പറയും. ഓവറോൾ വാസ് നൈസ്. ബട്ട് വാവന്റെ കുറച്ച് ആദ്യമായിട്ടാണ് വാവ ട്രിപ്പ് വരുന്നത്. അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി പറയാണ് അങ്ങനെ. പറയും എന്താ പറയണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സത്യസന്ധമായി പറഞ്ഞു, അടിപൊളി. 1 2 3 ജിംറൂട്ടൻ ഓർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഇതാ നോക്ക് ബേബി, അങ്ങോട്ടൊക്കെ ജിംറൂട്ട് റിപ്പിൾ ടീ ഒക്കെ കണ്ടിട്ട് അന്തമായിട്ട് നോക്കിക്കുക. അപ്പോ ഞങ്ങൾ ആക്ച്വലി ടീ മ്യൂസിയത്തിന്റെ അടുത്തെത്തി. അപ്പൊ ഇവിടെ വന്നപ്പോ ചായപ്പൊടി വാങ്ങാതെ പോകുന്നത് മോശമല്ലേ? അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ റിപ്പിൾ ടീന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ടീ മ്യൂസിയത്തിൽ കയറുന്നില്ല, പകരം റിപ്പിൾ ടീന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ കയറിയിട്ട് ഒരു 2 പാക്കറ്റ് ചായപ്പൊടി വാങ്ങിച്ച് 2 പേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും പോയി നോക്കട്ടെ. ഓക്കെ, ഞാനും ജിംറൂട്ടിന് ചായപ്പൊടി വാങ്ങി വരെ. എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. യൂക്കാലിപ്റ്റസിൻ്റെ ഓയിൽ, അതേപോലെ സിറ്റിഡോറേൻ്റെ ഓയിൽ ഒക്കെ ഉണ്ട്. മൂന്നെണ്ണം നമുക്ക് ഇലക്ക എടുക്കാം. ഒന്ന് ഫ്രീ അല്ലേ? അതോ വേറെ ഫ്ലേവർ എടുത്തോ? രണ്ടും മിക്സ് ആയിട്ട് എടുക്കാം. വില കുറഞ്ഞ ഫ്രീ കിട്ടും. ഏതാ ഫ്രീ? ഇപ്പൊ ഞാൻ 3 ഇലയിച്ച് എടുത്തു. ചേട്ടൻ ഏത് ഫ്രീ തരും? ഇത് വേണമെങ്കിൽ ഇത് എടുക്കാം. വില കുറവാ, അത് എടുക്കാം. അല്ലേ, ഇത് സ്ട്രോങ് ഉണ്ടാവില്ലേ? കുറച്ച് കൂടുതലിട്ട് തളമേ. ഗ്രീൻ ടീ ഉണ്ടോ? ഗ്രീൻ ടീ എടുത്തോ? മൂന്നലയിച്ച് ഇതെടുക്കാം. ചോക്ലേറ്റ് കോമ്പിനേഷൻ അപ്പൊ ഇത് മറയൂർ ശർക്കരയാണ്. അപ്പൊ ഭാവിക്ക് വേണ്ടിട്ട് മറയൂർ പോകുമെന്ന് ഉറപ്പില്ല. എന്തായാലും ഞാൻ ഒന്നും എടുത്ത് കഴിക്കും. ഇത് ഞങ്ങളെ ഇവിടെ നമ്മൾ ടീ ആണെങ്കിൽ നമുക്ക് വാങ്ങിച്ച് കുടിക്കാം കേട്ടോ. കുടിച്ചിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇഷ്ടപ്പെടുന്ന ടീ. അപ്പം ഇവിടെ ഞങ്ങൾ വാങ്ങിച്ച കാർഡമം ടീ ആയിരുന്നു. അപ്പം അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അഭിപ്രായം നടന്നോ? ഏലക്കിന്റെ ഫ്ലേവർ നല്ലോണം കേട്ടോ. വീട്ടിലെത്തി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതേ ടേസ്റ്റ് ഉണ്ടോന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. സോ ഞാനും ചായ വെച്ചു. നല്ല എനിക്ക് കിട്ടിയ നല്ല ചായയായിരുന്നു. നിങ്ങൾക്ക് ചായ ഏതാ വാങ്ങി? ഏലക്കായ. ഞാനും നിങ്ങളേതാ വാങ്ങി ഏട്ടാ? ജിഞ്ചർ സൂപ്പർ.
നമ്മൾ ആരും കാണാതെ പറിച്ചു വന്നതാ. ഞാനും ബദ്രിയും കൂടി അവിടെ പോയി ആരും കാണാതെ പറിച്ചു വന്ന. സോ ഒന്ന് ഡേറ്റ് വട്ടനാട് ഞങ്ങൾ ഇവിടെ എലിഫന്റ് പാർക്കിൽ ഇറങ്ങി. ഈ ഞാനെന്റെ മുകളിൽ കയറാൻ ധൈര്യമുള്ളവർക്ക് കയറാം, അല്ലെങ്കിൽ എന്റെ പോലെ നോക്കി നിൽക്കാം. പിന്നെ എലിഫന്റിനെ ഫീഡ് ചെയ്യാൻ തോന്നുന്നു, പക്ഷെ അത് നമ്മൾ തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് ഫീഡ് ചെയ്യാം. അങ്ങനെ 2 ഓപ്ഷനാണ് ഉള്ളത്. സോ ബദ്രി ബേബി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബദ്രി ബേബി നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു പക്ഷെ തണുക്കുന്നുണ്ട്. ഞങ്ങളെ പ്ലാനൊക്കെ ബ്രേക്ക് ആവുന്നുള്ളതുകൊണ്ടും ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പം ഇനി നെക്സ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ട് കാണാം. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പിക്നിക്ക് വന്നവർ ഈ എക്കോ പോയിന്റ് കാണാതെ പോയില്ല. അവരെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഡ്രൂബാക്ക് ആയിരുന്നു. ആൻഡ് അവർ വഴിയിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വഴിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ കൊതി. പക്ഷേ ഫുഡ് വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, മലബാർ ബിരിയാണി. അപ്പോൾ എന്തായാലും ഇന്ന് വഴിയിൽ ഒരു ബിരിയാണി വാങ്ങിച്ചു വഴിയിൽ എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടനും ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. വാനിൽ വെച്ചിട്ട് അവർ ഫുഡ് സെർവ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ ഫുഡും പിന്നെ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പോയി. കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു സ്പോട്ട് തപ്പി നടക്കുമായിരുന്നു, കാരണം വഴിയിൽ വെച്ച് കഴിക്കണമല്ലോ. ഈ റിസർവ് ഫോറസ്റ്റിൻ്റെ ഒന്ന് സൈഡിൽ വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തപ്പി കുറേ ദൂരം പോയതിന് ശേഷമാണ് ഒരു സ്പോട്ട് കിട്ടിയത്. കണ്ടില്ലേ, ഈ ഫുഡ് പിടിച്ചു പോകണേ കണ്ടാലറിയാം സ്പോട്ട് കിട്ടിയ സന്തോഷമാണ്. സമയത്ത് ഏകദേശം 1:30 കഴിഞ്ഞു. ഞങ്ങൾ മാമ്പുണ്ടാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്, കാറ്റേൻ്റെ എന്തോ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 പൂച്ചകൾ വേറെ ഒന്നിനുമല്ലല്ലോ കേട്ടോ കാവലിക്കണേ, ബിരിയാണിക്കാണ്. പ്രണവേട്ടൻ അവിടെ കാര്യമായിട്ട് ബിരിയാണീൻ്റെ ആ കെട്ട് അഴിക്കുന്നുണ്ട്. അഴിച്ചിട്ട് ഇവനെന്താ കിട്ടാത്തതെന്നാണ് ഞങ്ങൾ നോക്കി നിൽക്കണേ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ജിംറൂട്ടൻ അവിടെ സ്ട്രോളറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കളിക്കുകയാണ്. ഇപ്പം നല്ല മൂടാണ്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിക്കാം. ബിരിയാണിയാണ്, ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഉണ്ട്. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഉണ്ട്. അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഈ അരുവി ഇങ്ങനെ നടുക്കൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. പിന്നെ താഴേക്ക് വാവൽ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ബാക്കിൽ ഭയങ്കര കാടും, അപ്പം ഇറങ്ങിയില്ല. അവ കളിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറുണ്ടിട്ടെ. അപ്പോൾ ചോറുണ്ടിട്ട് കാണാം. അമ്മമാരെപ്പം ഭക്ഷണം കഴിക്കാനിരുന്നാലും മക്കൾ കരയല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു തിയറി. പക്ഷെ ഇപ്രാവശ്യം ഇവൻ എന്തോന്നറിയില്ല, കരഞ്ഞില്ല. അതിനുശേഷം അവൻ്റെ വയറും ഫില്ല് ചെയ്ത് ഞങ്ങളെ യാത്ര തുടർന്നു കേട്ടോ. പിന്നെ കുറേ സൈൻ ബോർഡ്സൊക്കെ കണ്ടു ആനിമൽസിൻ്റെ, പക്ഷേ ആനിമൽസിൻ്റെ ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോ പോയിന്റിലെത്തി. അവിടെ ഹെലിക്യാം വരെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ നിന്ന് പല പോസിലും പല ഡ്രസ്സും ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ വട്ടവട എത്തി. നമ്മൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചെക്ക് പോസ്റ്റിൽ നമ്മളെ വണ്ടി നമ്പറും നമ്മൾ എത്ര പേരുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കയറുന്നത് റിസർവ് ഫോറസ്റ്റിലാണ്. റിസർവ് ഫോറസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ വട്ടവട എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമറ്റിൽ തന്നെ പക്കാ മാറ്റം കാണാം. അഗ്രികൾച്ചറാണ് ശരിക്കും ഇവരുടെ കൾച്ചർ. അഗ്രികൾച്ചർ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും. ഹലോ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ജേർണി ഞങ്ങൾ വട്ടവട എത്തി. ആസ് യു നോ, വട്ടവടയിൽ ഓൾമോസ്റ്റ് ഒരു മലയാളം തമിഴ് മിക്സ്ഡ് കൾച്ചറാണ് കാണുക. ആൻഡ് ഇറ്റ്സ് ഫേമസ് ഫോർ വിൻ്റർ ഫാമിങ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വിൻ്റർ സ്ട്രോബെറി ഫാമാണ്. ഒരു ഫ്രീ വിസിറ്റാണ്. ഇവിടെ ഇവർ ഉണ്ടാക്കിയ പ്രോഡക്ട്സും ഒക്കെ നമുക്ക് സെല്ലിന് കിട്ടും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. സ്ട്രോബെറി അമ്മ പോവാം. അവിടെ സ്ട്രോബെറി ഉണ്ടോ? ചെറുതായിട്ട് നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പുണ്ട്. ജസ്റ്റ് മൂന്നാറിൽ വന്നിറങ്ങി ഞാൻ പറഞ്ഞില്ലേ വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വട്ടവട എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു കൈൻഡ് ഓഫ് ടെറസ് ഫാമിംഗ് ആണ്. ആസീസും ഈ മൗണ്ടൻ റീജിയനിൽ ടെറസ് ഫാമിംഗ് ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പോൾ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഒരു ടെറസ് ഫാമിംഗ്. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഈ ഫാമിംഗ് തന്നെയാണ്. ബദ്രി ബേബി ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. അതിലൊരു സ്ട്രോബെറി ഫാം കാണാൻ വന്നതാണ്.
മധുരമുണ്ട്. സ്ട്രോബെറി അഭിപ്രായം പറയണേ. സ്ട്രോബെറിന്റെ വൈനാണ് കേട്ടോ. സ്ട്രോബെറിന്റെ വൈനാണ്. ലഹരിയില്ല, ജ്യൂസാണ്. വൈനൊന്നും പറയാൻ പാടില്ല, നമ്മൾ വൈനായിട്ട് കൊടുക്കില്ല. ഈസ്റ്റ് നമുക്ക് മേടിക്കുന്നു വേണമെങ്കിൽ കിട്ടാൻ നമ്മളായിട്ട് ഇടാൻ പറ്റും. നമ്മളായിട്ട് ഇടുക. ജാമുണ്ട്. നമുക്കൊരു 5 മാസം വരെ കേടാകാതെ ഉപയോഗിക്കാനും പറ്റും. ഇല്ലാതെ ഹണിയാണ്, ഡയറക്റ്റ് നമ്മളിങ്ങനെ എടുക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് സാമ്പിൾ ചെയ്യാം. ഇവിടെ സാമ്പിൾ സൗജന്യമാണ് ഈ ഫാമിൽ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഫാമിൽ വരിക, സാമ്പിൾ നോക്കാം, വേണമെങ്കിൽ മേടിക്കാം. വീഡിയോ നേരിട്ട് കാണുന്ന വീഡിയോ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല ഐഫോണാണ്. ഇത് വൈക്കില്ല. ബേബിക്ക് കൊടുക്കാൻ ഇത് അടിപൊളിയാണ്. ഇതാണ്ട. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ ഇവന് കടയിൽ നിന്ന് കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുളിയായിട്ട് ഇവൻ കഴിച്ചില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ സ്ട്രോബെറി കഴിച്ചപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വന്ന അത്ര സൈസൊന്നുമില്ല, കുഞ്ഞു സ്ട്രോബെറീസാണ്. പക്ഷേ ഡെലീഷ്യസ് ആണ്. പുളി ഉണ്ടെങ്കിൽ കൂടി ഒരു മധുരമുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും എന്തുണ്ടടാ മധുരം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ പൊന്നുമോൻ ഇത്ര ഇഷ്ടത്തിൽ കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടമായി ബദ്രിക്ക് സ്ട്രോബെറി. ഭാവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സ്ട്രോബെറി ഇവിടുന്ന് കിട്ടി. ആൻഡ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ തരുന്നതാണ് കേട്ടോ. പിന്നെ കൂടാതെ വൈനുണ്ട്, വൈന് ടേസ്റ്റ് ചെയ്യാൻ തരും. അടിപൊളിയാണ്. പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ വൈന് വാങ്ങിച്ചു, ജാമ് വാങ്ങിച്ചു. ഹണി ഞാൻ മേടിച്ചില്ല, ഇവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ചെറുതേനൊക്കെ ഹൈലി മെഡിക്കൽ ക്വാളിറ്റി ഉള്ളതാണ്, മെഡിസിൻ വാല്യൂ ഉള്ളതാണ്. നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കാം. പുറത്തൊക്കെ നല്ല വില വരുന്ന ഐറ്റംസാണ് അതൊക്കെ. അപ്പം അതും ഇവര് ഇവിടെ തരുന്നുണ്ട്, പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. എന്താ അഭിപ്രായം പറയാം? സ്ട്രോബെറി അടിപൊളി. അതിന്റെ വൈന് ഇവിടുന്ന് പോവല്ലേ? തിരിച്ചു പോകണം. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി എങ്ങോട്ടാ റൂട്ട് പ്ലാനൊന്നുമില്ല. എവിടെയാണോ എത്തുന്നത് അവിടെ സ്റ്റേ. ഓക്കെ, അപ്പം നോക്കാം. ഒരു മൃഗത്തിനെയും കണ്ടില്ല എന്നുള്ള പരിഭവം മാറിക്കിട്ടാനായിരിക്കും ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി കാട്ടുപോത്തിനെ കണ്ടു. ഒന്നല്ല, കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെക്ക് പോസ്റ്റിലെത്തി അവർ തുറന്നു തന്നു. ഇങ്ങോട്ട് പോണവർ ശ്രദ്ധിക്കുക, 6 മണി കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവില്ല കേട്ടോ. പിന്നെ റേഞ്ചും ഉണ്ടാവില്ല റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ നടക്കുന്ന കണ്ടു. ടീച്ചറാണെങ്കിൽ അവരെ മേയ്ക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ടോപ്പ് സ്റ്റേഷൻ. അപ്പം ടോപ്പ് സ്റ്റേഷനിൽ ഭയങ്കര ഹെവി ക്ലൈമറ്റ് ആയിരിക്കും, അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ സ്ട്രെയിറ്റ് ഒരു റൂം കിട്ടണം, ഞങ്ങൾ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങോട്ട് നമ്മൾ മൂന്നാറിലേക്കാണ് പോയത്. ആ സമയത്ത് ഞങ്ങൾ വാവേനെ നല്ലോണം ട്രോളി കേട്ടോ. അവൻ അവിടെയുള്ള എല്ലാ പെൺകുട്ടികളെയും നല്ലോണം വായി നോക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവനെ നല്ലോണം ട്രോളി. അച്ഛൻ്റെ മോൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കി. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ മൂന്നാർ ഡേ 2 ഇവിടെ കഴിയാണ്. ഇനി ഒരു ചെറിയ കുട്ടി വ്ളോഗും കൂടെ വരുന്നുണ്ട്. സോ നിങ്ങളെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കുക. ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താലും മതി. സോ ബായ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.